ഇന്ന് പരിചയപ്പെടുന്നത് മ്യൂസിക്കാപ്പിഡേ പക്ഷികുടുംബത്തിലെ സൈബീരിയൻ സ്റ്റോൺ ചാറ്റ് അഥവാ ഏഷ്യൻ സ്റ്റോൺ ചാറ്റ്. ചരൽക്കുരുവി എന്നും സൈബീരിയൻ ചരൽക്കുരുവി എന്നതുമാണ് മലയാളത്തിലെ പേരുകൾ. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരറ്റസ് സയന്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരളയുടെ 103ാമത് വീഡിയോയിലേക്ക് സ്വാഗതം. മ്യൂസിക്കാപ്പിഡേ പക്ഷികുടുംബത്തിലെ സൈബീരിയൻ സ്റ്റോൺ ചാറ്റ് അഥവാ ഏഷ്യൻ സ്റ്റോൺ ചാറ്റ്. ചരൽക്കുരുവി എന്നും സൈബീരിയൻ ചരൽക്കുരുവി എന്നതുമാണ് മലയാളത്തിലെ പേരുകൾ. സാക്സിക്കോള മൗറസ് എന്നതാണ് ശാസ്ത്രീയ നാമം. സൈബീരിയ, റഷ്യ, ടർക്കി, കസക്കിസ്ഥാൻ, ടർക്ക്മെനിസ്ഥാൻ, ഇറാൻ, മംഗോളിയ, കൊറിയ തുടങ്ങിയ രാജ്യങ്ങളും ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളുമാണ് പ്രധാന ആവാസ കേന്ദ്രങ്ങളും പ്രജനനം നടത്തുന്ന ഇടങ്ങളും. ശൈത്യകാല ദേശാടകരായി ജപ്പാൻ, തായ്ലൻഡ്, ഇന്ത്യ, വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലും എത്തുന്നു. ചരൽക്കുരുവിയുടെ 24 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ സാക്സിക്കോള മൗറസ് ഇൻഡിക്കസ് എന്ന ഉപജാതിയാണ് ശൈത്യകാല ദേശാടകരായി കേരളത്തിലെത്തുന്നത്. കേരളത്തിലെ വരണ്ട പുൽമേടുകളിലും കുന്നിൻപുറങ്ങളിലും തരിശുനിലങ്ങളിലും തണ്ണീർത്തടങ്ങളിലും കണ്ടൽക്കാടുകളിലും ഒക്കെയാണ് പക്ഷിയുടെ ആവാസ കേന്ദ്രങ്ങൾ. പക്ഷിക്ക് ഏകദേശം 12 സെന്റിമീറ്റർ നീളവും 17 ഗ്രാം തൂക്കവും ഉണ്ടാവും. ആൺപക്ഷിയുടെ തലയും കഴുത്തും അരക്കെട്ടും വരെയും നല്ല കറുപ്പ് നിറമാണ്. കഴുത്തിന് ഇരുവശത്തും ഒരു വെള്ളപ്പട്ടയുമുണ്ട്. ചിറകിൽ മഞ്ഞ വരയോടുകൂടിയ കറുപ്പാണ്. ഒരു വലിയ അടയാളവും ചിറകിൽ കാണാം. അരക്കെട്ടും മേൽവാൽമുടിയും വെള്ള നിറം. മാറിടവും പാർശ്വഭാഗങ്ങളും ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറം. ഉദരഭാഗവും കീഴ്വാൽമുടിയും നരച്ച വെള്ള നിറം. കൊക്കും കാലുകളും കറുപ്പ് നിറമാണ്. പെൺപക്ഷിയുടെ ഉപരിഭാഗമെല്ലാം ഇളം മഞ്ഞ വരകളോട് കൂടിയ തവിട്ട് നിറം. കഴുത്തിലുള്ള വെള്ളപ്പട്ടയും കൺപുരികവും തെളിഞ്ഞു കാണുന്നതല്ല. ചിറകിലെ വെളുത്ത അടയാളം ചെറുതാണ്. താടി ചാരനിറം കലർന്ന തവിട്ട് നിറം. മാറിടവും പാർശ്വഭാഗവും വിളറിയ ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറം. കീഴ്ഭാഗം നരച്ച വെള്ള നിറം. പ്രായമെത്താത്ത പക്ഷിയുടെ ഉപരിഭാഗമെല്ലാം കടും തവിട്ട് നിറമാണ്. അതിൽ മങ്ങിയ വരകളും കാണാം. മാറിടത്തിലും പാർശ്വഭാഗത്തും കറുത്ത വരകളും ഉണ്ടാകും. ചരൽക്കുരുവിയുടെ പ്രധാന ആഹാരം ചെറിയ പുഴുക്കളും പാറ്റകളും പുൽച്ചാടികളും ഒക്കെയാണ്. ഉയർന്ന കുറ്റികളിലോ ചെടികളിലെ ശാഖയിലോ ഇരുന്ന് പ്രാണികളെ വീക്ഷിച്ച് പറന്നു ചെന്ന് കൊത്തിയെടുക്കും. ഇരിപ്പിടത്തിലേക്ക് തന്നെ മടങ്ങി വന്ന് ഇരയെ പദം വരുത്തി അകത്താക്കും. പക്ഷിയുടെ ശബ്ദം താഴ്ന്ന വിറ്റ് എന്നും ട്രാക്ക് എന്നും ചിലപ്പോൾ വിറ്റ് ട്രാക്ക് എന്നും ആയിരിക്കും. പ്രജനനകാലം അടുക്കുമ്പോൾ ചരൽക്കുരുവികൾ തിരിച്ചു പോകും. ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയാണ് പ്രജനനകാലം. പുല്ലുകളും വേരുകളും നാരുകളും കൊണ്ടുണ്ടാക്കുന്ന ഒരു കോപ്പക്കൂടാണ് നിർമ്മിക്കുക. കൂട് കുറ്റിക്കാട്ടുകളിലെ തറയിലോ കല്ലുകൾക്കിടയിലോ ആയിരിക്കും. കൂട്ടിൽ 4 മുതൽ 6 വരെ നീല കലർന്ന പച്ച നിറമുള്ള മുട്ടകൾ ഉണ്ടായിരിക്കും. അവയിൽ ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള കുത്തുകളും പുള്ളികളും ഉണ്ടാവും. 15 ദിവസത്തോളം അടയിരിക്കും. പിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങളെ 15 ദിവസത്തോളം തീറ്റിപ്പോറ്റും. IUCN റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട സൈബീരിയൻ സ്റ്റോൺ ചാറ്റ് അഥവാ ചരൽക്കുരുവി എന്ന ദേശാടന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതണം. ഇതുപോലെ ദേശാടകരും തദ്ദേശീയരുമായ നിരവധി പക്ഷികളെ നമ്മുടെ നാട്ടിൽ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.